ശ്രീ വി ഡി സതീശൻ, ഇതിൽ ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ PDP, ജമാഅത്തെ ഇസ്ലാമി, പോട്ടെ വെൽഫെയർ പാർട്ടി, SDPI, ഇത് മൂന്നും പാർട്ടികൾ എന്ന നിലയിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ താങ്കൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നു, SDPIയുടെ പിന്തുണ വേണ്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വേണ്ടെന്ന് വെച്ചു എന്നാണ്. എന്താണ് ഇത് തമ്മിൽ? അത് ഞങ്ങൾ വെൽഫെയർ പാർട്ടി സംബന്ധിച്ചിടത്തോളം ഒരു കേസോ മറ്റു കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മാത്രമല്ല LDFന്റെ കൂടെ അവരൊരു 4 പതിറ്റാണ്ട് കാലം അവരുടെ കൂടെയായിരുന്നു നിന്നത്. അതാവട്ടെ, അല്ല കൂടെ നിന്നാണല്ലോ. പിന്നെ പൊളിറ്റിക്കലായിട്ട് ഒരു മുന്നണിയിലുള്ള സപ്പോർട്ട് മറ്റൊരു മുന്നണിക്ക് മാറിക്കൊടുത്തപ്പോഴുള്ള വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവർക്കെതിരായിട്ട് ഒരു കേസോ വേറെ വിഷയങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഒരു എവിടെയെങ്കിലും അവരാരെങ്കിലും അതുപോലെ പ്രസംഗിക്കുന്നതോ പ്രകോപനം ഉണ്ടാക്കി സംസാരിക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ SDPIയുടെ വിഷയം അതല്ല. SDPIയുടെ വിഷയം വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, UDF കൂടിയെടുത്ത തീരുമാനമാണ് ആ സപ്പോർട്ട് വേണ്ട. എന്തുകൊണ്ടാണ്? അല്ല, അത് പല കാരണങ്ങളുണ്ടല്ലോ. ഞങ്ങൾ കൂടി തീരുമാനിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് മടിയല്ലോ? അഭിമന്യുവിനെ കൊല ചെയ്തത് SDPI ആണെന്ന് ഇവർ വ്യാപകമായി കേരളം മുഴുവൻ പ്രസംഗിച്ചല്ലോ. അപ്പോൾ അഭിമന്യുവിന്റെ മാതാപിതാക്കളോട് പോയി ആദ്യം പോയി മാപ്പ് ചോദിക്കണ്ടേ? ശരി, പിണറായി വിജയൻ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരോട് ചോദിക്കേണ്ട വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് താങ്കളോടുള്ള ചോദ്യം, SDPIയുടെ പിന്തുണ വേണ്ട എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ ചില മണ്ഡലങ്ങൾ കാണുന്നുണ്ടോ സെക്യുലർ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ സാധ്യതയുള്ളൂ? ഉദാഹരണത്തിന് മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് താങ്കൾ പറയും. ഞങ്ങൾ പൊതുവായ തീരുമാനം എടുത്ത അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, ആ തീരുമാനത്തിന് വലിയ പ്രസക്തിയുണ്ട്. അതായത് ഭൂരിപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ വർഗീയതയുമായും സന്ധി ചെയ്യേണ്ട എന്ന തീരുമാനമാണ് UDFന്റെ. സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു കാരണവശാലും വർഗീയത പറയുന്ന ആളുകളുമായി കൂട്ടുകെട്ട് വേണ്ട. അല്ല, ഞാൻ ചോദിക്കുന്നത് BJPയെ പരാജയപ്പെടുത്തണം എന്ന നിർബന്ധമുള്ള, അവർക്ക് ഒരുപക്ഷെ അവർ വിജയിച്ചു വരാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്ന മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ കൂടാതെ തന്നെ ഞങ്ങൾ ജയിക്കുമെന്ന് താങ്കൾ? ഞങ്ങൾ അവരുടെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ലല്ലോ. അവർ നൽകിയാൽ അല്ലല്ല, ഞങ്ങളത് അവരുടെ മഞ്ചേശ്വരത്ത് അവർ പിന്തുണ ഓഫർ ചെയ്താൽ ശ്രീ സതീശൻ, അപ്പോൾ UDF തീരുമാനിക്കുക എന്താണ് വേണ്ടതെന്ന്. UDF നേരത്തെ അവരെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു പറഞ്ഞതാണ് ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ടെന്ന്. അതെ, അവരിപ്പോൾ SDPI എൻ്റെ മാത്രം തീരുമാനം, എല്ലാം എൻ്റെ തലയിലാണല്ലോ എല്ലാം. അതിപ്പോൾ SNDP വിമർശിക്കുന്നതോ NSS വിമർശിക്കുന്നതോ SDPI വിമർശിക്കുന്നതോ എനിക്കൊരു സമാധാനമുണ്ട്. UDFനെയോ കോൺഗ്രസിനെയോ അല്ല, എന്നെയാണ് വിമർശിക്കുന്നത്.